രേണുവിനിപ്പോ ഓർമ്മക്കുറവാണ്, ശരീരം വല്ലാണ്ട് വേദനിക്കുന്നുണ്ട്, ദൈവത്തിനോട് കൂടുതൽ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്നു, അവർ ദൈവപാത പിന്തുടരുമെന്ന് ആഗ്രഹിക്കുന്നു. നല്ല കാര്യമാണ്. താൻ പാതി ദൈവം പാതി, ഇതാണ് വേണ്ടത്. പൂർണ്ണമായിട്ടും നമ്മൾ ഒന്നിലേക്ക് ലയിച്ചു ചേരുമ്പോൾ നമ്മൾ അതിൽ അടിമപ്പെട്ടു പോകുന്ന ഒരവസ്ഥ വരാറുണ്ട്. ദൈവത്തിൽ നമുക്ക് അതിയായ വിശ്വാസം വേണം, അതിലുപരി നമ്മളോടും നമുക്ക് അതിയായ വിശ്വാസം വേണം. പല ആളുകളും ബാഹ്യമായിട്ടുള്ള സൗന്ദര്യത്തിന് വേണ്ടി ഓടുകയാണ്. ആന്തരികമായിട്ട് ഒരു സൗന്ദര്യവും ഇല്ലാതെ അവര് കഷ്ടപ്പെടുന്നത് നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. മുഖം വെളുപ്പിക്കണം, മുഖത്ത് വല്ലതും വാരിപ്പൊത്തണം, അതുപോലെ തന്നെ കൃത്രിമമായിട്ട് ശരീരത്തിൽ പല മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കുന്നു. പലതുണ്ട് എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മളെ സ്നേഹിക്കാത്തത് കൊണ്ടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. താൻ പാതി ദൈവം പാതി. രേണുവിന്റെ വിശ്വാസം രേണുവിനെ കാക്കട്ടെ. നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കടക്കാം. രേണുവിനെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഓർമ്മ പോകുന്നുണ്ട് എനിക്ക്, അതെന്നാന്ന് എനിക്ക് അറിയത്തില്ല. ഈ ഒരു സൈഡ് മരച്ചിരിക്കുവാണ് തലയുടെ. എൻ്റെ മുടിയെല്ലാം ഒരുമാതിരി പശ പോലായി, പെടലിയിലെ തൊലിയെല്ലാം പോയി, തലയിലേം തൊലി പോയി. അതുകൊണ്ടാണ് ഹെയർ കട്ട് ചെയ്തത്. ആഗ്രഹം ഇവിടെ എഴുന്നേറ്റ് കഴിഞ്ഞ അനേക സ്ഥലങ്ങളിൽ ദൈവത്തിന്റെ സാക്ഷിയാകാൻ. ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അവരുടെ ശരീരഭാഷ ശരിക്ക് അവശത കാണുന്നുണ്ട്. ചില കാര്യങ്ങൾ കാണുമ്പോൾ കമന്റ് ബോക്സിൽ ആളുകൾ പറയുന്നുണ്ട് ചിലതൊക്കെ നാടകമാണെന്നുള്ളത്. പൂർണ്ണമായിട്ടും ഞാൻ നാടകമായിട്ട് കാണില്ല. ചിലതൊക്കെ ഉണ്ടാവും, മനുഷ്യന്മാരല്ലേ, അവർക്ക് ഈ ഒരു വ്യൂവിലൂടെ ഒരുപാട് സമ്പത്ത് ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്, അത് വെച്ച് അവർക്ക് ചികിത്സ നടത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ചെറുതൊക്കെ കണ്ട നിങ്ങളൊന്ന് കണ്ണടച്ചു കൊടുക്കുക, അത്ര പറയുന്നുള്ളൂ. കഴിഞ്ഞ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് രേണു ഒക്കെ ഇതിൽ പെട്ട് കിടക്കുന്നു എന്നൊരു കാര്യം കൃത്യമായിട്ട് റൂഹിജാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി പറഞ്ഞത് ഞാൻ ഒരു വീഡിയോയിലൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കാണുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ്. അസുഖം വന്നതുകൊണ്ടോ നമ്മൾ വിശുദ്ധനാവുന്നില്ല എന്നുള്ള ഒരു ബോധം നമുക്ക് എല്ലാവർക്കും വേണം. ഒരു തെറ്റും ചെയ്യാത്ത ഏതെങ്കിലും ഒരു വ്യക്തി കൊന്നു എന്ന് കൂട്ടുക, എന്നിട്ട് ആ കൊന്നാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുമോ അയാൾ പാവാണെന്നുള്ളത്? അങ്ങനെയൊക്കെ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ പറയുന്ന ആളുകളുടെ മനോഭാവത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നാണ് അർത്ഥം, അല്ലെ? എന്തായാലും ഇപ്പൊ കിച്ചു അവിടെ ചെല്ലാത്തതാണ് എല്ലാവരുടെയും സങ്കടം എന്നുള്ളതാണ്. കിച്ചു കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടു, ആ വീഡിയോ ആദ്യം കാണിക്കാം. എന്തായാലും പോവാൻ തീരുമാനിച്ചു, വിഷമമുള്ളവരുടെ വിഷമമൊക്കെ അങ്ങ് തീരട്ടെ, പോയിട്ട് വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. എനിക്ക് തോന്നുന്നില്ല ആ ഒരു വീഡിയോ അവൻ രേണുവിനെ കാണാൻ പോകുന്നതിന് മുൻപ് എടുത്ത വീഡിയോ എന്നുള്ളത്. അവൻ സാധ്യത വളരെ കുറവാണ്. അവൻ ഏതെങ്കിലും പ്രൊമോഷന്റെ ഒരു കാര്യമായിട്ട് പറഞ്ഞത് അവനുള്ള സാധ്യതയുണ്ട്. കാരണം അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അവനെ കണ്ടറിയാം. കിച്ചു സാധാരണ നിലയ്ക്ക് കാറിന്റെ ഉള്ളിലോ അല്ലെങ്കിൽ മറ്റുള്ള എവിടെയെങ്കിലും വെച്ചിട്ടൊരു വീഡിയോ എടുക്കാറാണ് പതിവ്. പക്ഷെ ഇതൊരു ലൊക്കേഷൻ ആണെന്ന് വ്യക്തമായി മനസ്സിലാവുന്നുണ്ട്. എന്നാൽ കിച്ചു അവിടെ പോയിട്ടുണ്ട്, കിച്ചു ഋതപ്പന്റെ കൂടെയുള്ള ഫോട്ടോസ് എടുത്തിട്ടുണ്ട്, അതൊക്കെ അവൻ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അവന്റെ കമന്റ് ബോക്സിൽ വന്ന കാര്യങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകളെ ബോധ്യപ്പെടുത്താൻ നീ പോവണ്ടടാ എന്നുള്ളതാണ്. ആളുകളുടെ ഒരു മനോഭാവം അങ്ങനെയാണല്ലോ. കിച്ചുവിനെ തേച്ചൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇടക്കൊക്കെ ഓരോ കുത്തിരിപ്പ് ഉണ്ടാക്കിയിട്ട് രേണു തന്നെ ഈ രോഗാവസ്ഥയിൽ പോലും അവരിട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. സംശയം ഉണ്ടെങ്കിൽ ഞാനത് കാണിച്ചു തരാം എന്നുള്ളതാണ്. രേണുവിന്റെ അസുഖം മാറണം, അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. രേണുവിന്റെ മാത്രം അസുഖം മാറിയ പോരാ, ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം, അവരുടെ അസുഖവും മാറണം. ഇത് നമുക്ക് ആഗ്രഹിക്കാനും പ്രാർത്ഥിക്കാനേ കഴിയുള്ളൂ. ഞാൻ പറഞ്ഞു 100% ദൈവമല്ല, 50%. ഞാൻ അതാ പഠിച്ചിട്ടുള്ളത്. നമ്മൾ ഏതൊരു വിശ്വാസത്തിൽ പോവുകയാണെന്നുണ്ടെങ്കിലും 50%-മേ ഉള്ളൂ. നമ്മൾ വിതയ്ക്കും, നമ്മൾ കൊയ്യും, അത്രേ ഉള്ളൂ. വിതച്ചതേ കൊയ്യൂ എന്നുള്ളതല്ലേ. ഇനി രേണു ഈ മുടി മുറിക്കുന്നതിന്റെ തൊട്ട് മുൻപെടുത്തിട്ട ഒരു വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ പറയാതിരിക്കാൻ കഴിയില്ല, അതൊന്ന് ചൂണ്ടിക്കാണിക്കണം. ഒരു ക്യാൻസർ പേഷ്യന്റിനെ ഇട്ട് ഇങ്ങനെ വേദനിപ്പിക്കാതിരിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ തലമുറകളോട് ദൈവം ചോദിക്കാതിരിക്കട്ടെ ഇത്. അതായത് നിങ്ങളുടെ തലമുറകളോട് ചോദിക്കാതിരിക്കട്ടെ ഇത് എന്ന് പറയുന്നതിൽ തന്നെ ഒരു വലിയ പ്രശ്നമുണ്ട് എന്നുള്ളതാണ്. രേണുസുദ്ധി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല വാക്കുകളും പറയാതിരിക്കുക നല്ലത്. കാരണം എന്താ വെച്ചാല് പലതും നിങ്ങളെ ഇഷ്ടപ്പെടുന്ന, നിങ്ങളെ സഹായിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ പിന്നോട്ട് വലിക്കും എന്നുള്ളതാണ്. കമന്റ് ഇടുന്ന ആളുകൾക്ക് മറുപടി എന്തിനാ കൊടുക്കുന്നത്? ദയവായിട്ട് അത് കൊടുക്കാതിരിക്കുക. എല്ലാ വീഡിയോയിലും നിങ്ങൾ തന്നെ ഞാനിനി ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴെങ്കിലും കമന്റ് ബോക്സ് നോക്കാതിരിക്കുക, അതാണ് ഏറ്റവും നല്ലത്. ഞാൻ റീല് ചെയ്തതാണോ കുഴപ്പം? ഞാൻ ആൽബത്തിൽ അഭിനയിച്ചതാണോ കുഴപ്പം? അതാണോ കുഴപ്പം നിങ്ങളുടെ? എനിക്കറിയായിരുന്നു എനിക്ക് ക്യാൻസർ ആണെന്ന് എനിക്കറിയായിരുന്നു. നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കൂ. എനിക്ക് ക്യാൻസർ ആണെന്ന് അറിയാമായിരുന്നു. ഞങ്ങൾ ആ ഇന്റർവ്യൂ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി നിങ്ങൾ ഈ ഒരു അസുഖവും വെച്ചിട്ട് അത് നീട്ടി കൊണ്ടുപോയിട്ട് അസുഖം കൂട്ടിയതാണ് എന്നുള്ളത്. പിന്നെ നിങ്ങൾ റീല് ചെയ്തതാണോ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതാണോ കുഴപ്പമെന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ
അതൊക്കെ ആളുകൾ കാണാൻ വേണ്ടി ഇടുന്നതല്ലേ? ആളുകൾക്ക് എല്ലാവർക്കും ഒരേ അഭിപ്രായമാണ് ഉണ്ടാവുക? അല്ല, അത് രേണു മനസ്സിലാക്കണം എന്നുള്ളതാണ്. നന്മ പറയുന്ന ഒരുപാട് പേരുണ്ട്. നിങ്ങൾ ഫേസ്ബുക്കിലാണ്, ഫേസ്ബുക്കിൽ എന്തും എന്തും നിങ്ങളുടെ ഉള്ളിലെ ജീർണിച്ച ക്യാൻസർ പോലാണ് നിങ്ങളുടെ ഫേസ്ബുക്കിലെ ചില ആളുകളുടെ കമൻറ്റുകൾ. അത് എൻ്റെ ഈ ക്യാൻസറിനേക്കാൾ എത്രയോ നിങ്ങളുടെ ആ ജീർണിച്ച മനസ്സിൻ്റെ എഴുത്തുകൾ എത്രയോ ഭേദമാണ് എൻ്റെ ഈ ശരീരത്തിൽ പടർന്നു പിടിച്ച ഈ ക്യാൻസർ. ഓക്കെ, എന്താ ഞാൻ പറഞ്ഞത്, നിങ്ങൾ പല കാര്യങ്ങളും പറയാതിരിക്കുക നല്ലത് എന്നുള്ളത്. സഹായിക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് മുന്നോട്ട് വരുന്ന ആളുകൾ ഇത് കാണുമ്പോൾ സഹായിക്കാൻ തോന്നുന്നു? ഇല്ല. നമ്മുടെ നാക്കുണ്ടല്ലോ, ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നുള്ളതാണ്. നമ്മുടെ നാക്കിനെ നമ്മൾ ബ്രേക്ക് ഇട്ട് നിർത്തിയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ വെറുപ്പ് അത്യാവശ്യം നല്ല കിട്ടുന്നതാണ്. ഇപ്പൊ ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് എനിക്ക് അത്യാവശ്യം നെഗറ്റീവ് ഉണ്ട്. അതെന്താ വെച്ചാൽ രേണുസുദ്ധി പരിശുദ്ധയായി, ഒറ്റയടിക്ക് അസുഖം കൊണ്ട് പരിശുദ്ധയായി. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ട് പണ്ട് തെറി വിളിച്ചിരുന്ന ആളുകൾക്കൊക്കെ വിഷമം ഉണ്ടാവും, സങ്കടം ഉണ്ടാവും. അപ്പൊ അവര് എന്തിനാണോ അങ്ങനെ ചെയ്യുന്നത് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അവര് നിരന്തരം സോഷ്യൽ മീഡിയയിൽ തന്നെയല്ലേ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അത് മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, രേണുവിന്റെ അസുഖം മാറണം എന്ന് എന്റെ പ്രാർത്ഥനകളിൽ ഞാൻ പറയുന്ന കാര്യമാണ്. അത് നിരന്തരമായി ചെയ്യുന്ന കാര്യമാണ്. എന്റെ പ്രാർത്ഥനകളിൽ രേണുസുദ്ധി മാത്രമല്ല, രോഗം വന്ന് ചികിത്സിക്കാൻ കഴിയാത്ത പാവപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരെയും ഞാൻ ഒരേ കണ്ണുകൊണ്ട് തന്നെ കാണുന്നു. എല്ലാവരും ആ രോഗങ്ങളിൽ നിന്ന് മുക്തി നേടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ. അവരൊന്നും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഒരു വീഡിയോ ഇടുന്നില്ല. അവർക്ക് അതിനുള്ള പ്രാപ്തിയില്ല, അവർക്ക് അതിന് സപ്പോർട്ടില്ല, അവർക്ക് ആരും പൈസയും കൊടുക്കാനില്ല. അത് നിങ്ങൾ ആലോചിക്കുക. ഞാൻ ഓർക്കുവാണ്, നിങ്ങൾ ദയവ് ചെയ്ത് നന്മ ചെയ്തില്ലേലും ദോഷം ചെയ്യാതിരിക്കുക. എനിക്ക് നടുവേന എടുക്കും. ഈ നെഗറ്റീവിന് മറുപടികൾ കൊടുക്കാനായിട്ട് ഇത്ര സ്ട്രെയിൻ ചെയ്യേണ്ട കാര്യം എന്നുള്ളത്, നിങ്ങളോട് ഡോക്ടർ ഓൾറെഡി പറഞ്ഞു നിങ്ങൾ റെസ്റ്റ് എടുക്കൂ എന്നുള്ളത്. ആ സമയത്ത് നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് തന്നെ വിഡ്ഢിത്തരം എന്നല്ലേ? ഇപ്പൊ ഊര വേനിക്കുന്നു, കൈ വേനിക്കുന്നു, ഈ കമന്റ് ബോക്സിലാണ് കിടക്കുന്നത് നാടകം എന്നുള്ളത് നിങ്ങളായിട്ട് വരുത്തി വെക്കുന്നതാണത്, അല്ലെ? ഒരുപാട് ക്യാൻസർ പേഷ്യൻസിനെ നമുക്കറിയാം. ഇപ്പൊ മാറിടത്തിൽ വരുന്ന ക്യാൻസർ, അല്ലെ? ആ ഒരു ക്യാൻസർ ആണല്ലോ നിങ്ങൾക്കുള്ളത്. അത്തരം രോഗങ്ങൾ വന്നിട്ട് അത് കവർ ചെയ്ത് വന്ന ആളുകളിൽ 70, 80, ചിലപ്പോൾ 90% ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ അതിനെ മറികടക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയും, ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. പക്ഷെ നിങ്ങൾ ഈ നെഗറ്റീവിനെ തെരഞ്ഞു പിടിച്ച് കമന്റിന് മറുപടി കൊടുക്കാൻ പോകുന്നത് തന്നെ അത്രയും ആളുകൾ വന്ന് കാണട്ടെ എന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. ഇത് കാണുന്ന സമയത്ത് നിങ്ങളെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളെ പണ്ട് തെറി വിളിച്ചിരുന്ന ആളുകൾ നിങ്ങളെ ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ, അവർക്ക് തോന്നും പാവം അവരെന്തിനാണ് ഇങ്ങനെ ക്രൂശിക്കുന്നത്, അതുകൊണ്ടൊന്ന് ഷെയർ ചെയ്തേക്കാം. അപ്പം സായിയോടും കുടുംബത്തോടും നന്ദി പറയുന്നു. അതുപോലെ ഒരുപാട് പേര് പറയാതെയും പേര് പറഞ്ഞുമൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തു. ഒരുപാട് പേര് എന്താ പറയുക, എനിക്ക് വിഷമമുണ്ട്, എന്നെ കാണാൻ വരാത്തതിൽ വിഷമമുണ്ട്. കാരണം ഇന്നാണ് മനസ്സിലാക്കുന്നത് എൻ്റെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു, യഥാർത്ഥത്തിൽ എൻ്റെ കൂടെ ആരൊക്കെ ഉണ്ട്. ഈ ഒരു കിടക്കേ കിടന്നുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നു. അത് ഇപ്പൊ താങ്കളുടെ കൂടെ ഉണ്ട് എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ, അത് ഉള്ളത് നിങ്ങൾ വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അതെന്താ അങ്ങനെ പറഞ്ഞെന്നറിയോ? ലക്ഷ്മി നക്ഷത്രം പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ ഇങ്ങനെ ക്രൂശിക്കോ എന്നാ ചോദിക്കുന്നത്. അതിനുള്ള മറുപടി, ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ആരും ഈ പേക്കൂത്ത് കാട്ടി നടക്കുന്നില്ല, ഇങ്ങനെ സബ്സ്ക്രിപ്ഷൻ വീട് കാണിച്ചിട്ട് ശരീരം കാണിച്ചിട്ടൊന്നും ആരും നടക്കുന്നില്ല. ലക്ഷ്മി നക്ഷത്രത്തിലുള്ള മറുപടിയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കുക, അത്രേ പറയുന്നുള്ളൂ. ഇതുപോലൊരു അസുഖം വന്നപ്പം എന്നെ ഒന്ന് കൈത്താങ്ങ് പിടിക്കാൻ പൈസയല്ല സുഹൃത്തുക്കളെ ഞാൻ പറയുന്നത്. രേണു നിനക്ക് എങ്ങനെയുണ്ട്, മാസ്ക് വെച്ചിട്ട് അവിടെ നിന്ന് നിനക്ക് എങ്ങനെ ഉണ്ടടി, സുഖമാണോ എന്ന് ചോദിക്കുന്ന ഒരാളെങ്കിലും അവരായിരിക്കും ഈ ക്യാൻസർ കഴിഞ്ഞ എൻ്റെ സുഹൃത്തുക്കൾ, യഥാർത്ഥ സുഹൃത്തുക്കൾ. അല്ലാതെ എൻ്റെ നല്ല കാലത്ത് എൻ്റെ കൂടെ നടന്നവരല്ല. മനസ്സിലായോ? അത് നല്ലൊരു കാര്യമാണ്. നമ്മളെ പിന്നിൽ നിന്ന് കുത്തുന്ന ആളുകളെ നമ്മൾ കണ്ടെത്തുന്നത് നല്ലതാണ്. പക്ഷെ നിങ്ങളുടെ ഇടത്തും വലത്തും നിന്നിരുന്ന 2 ആൾക്കാര് ഇപ്പൊ വളരെ സങ്കടത്തോടു കൂടി പല കാര്യങ്ങളും പറയുന്നുണ്ടല്ലോ, കാണിച്ചു തരാം. ഇത്രയും ദിവസം കൂടെ നിന്നിട്ടും ഒരു പുല്ല് വില പോലും തരുന്നില്ല എന്നുള്ള ആ ഒരു സാധനം എനിക്ക് അങ്ങ് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഇനി എന്താണ് നിങ്ങൾക്ക് ആർക്കും എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ഞാൻ പറയാൻ അതെ, വയ്യാതെ കിടക്കുന്ന സമയത്തും കൂടെ നിൽക്കുന്ന സജിൻ എപ്പോഴും സപ്പോർട്ട് തന്നെയാണ്. സജിനയുടെ വീഡിയോ ഇഷ്ടം പോലെ ഞാൻ കാണുന്നുണ്ട്, സജിന് സപ്പോർട്ടാ. പക്ഷെ കൂടെ ഉണ്ട് അവരൊക്കെ നിങ്ങളുടെ. എന്നിട്ട് അവരെ വലിച്ചു കീറാൻ ഇട്ട് കൊടുത്തത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആരാണ് ആ ഒരു പിരിവ് നടത്തിയെന്നാണ് അവരോട് പറഞ്ഞിരുന്നെങ്കിൽ അവരങ്ങനെ ഒരു വീഡിയോ പോലും ഇടാൻ വരില്ലായിരുന്നു എന്നുള്ളതാണ്. അത് മനസ്സിലാക്കിയാൽ കൊള്ളാം. പിന്നെ കിച്ചുവിനെ പുഷ് ചെയ്തിട്ട് ജനങ്ങൾ എന്തിനാ വിടുന്നത്?
കിച്ചു അനുഭവിച്ചത് എന്താണെന്ന് കിച്ചുവിനല്ലേ അറിയുള്ളൂ. നമുക്ക് എങ്ങനെ മറ്റുള്ള ഒരാളുടെ മനസ്സിനകത്ത് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല. പിന്നെ മറ്റൊരു വാക്കാണ് ഞാൻ 11 വയസ്സ് മുതൽ നോക്കിയതാണെന്നുള്ളത്. 11 വയസ്സ് മുതൽ നോക്കിയത് രേണുസുതി ആണെന്ന് പറയുമ്പോൾ രേണുസുതി കൂടെ നിന്നിട്ടുണ്ടാകാം. പക്ഷെ കൊല്ലം സുതി അധ്വാനിച്ചുണ്ടാക്കുന്ന പണം കൊണ്ടാണ് നിങ്ങളുടെ കുടുംബത്തെ പോലും നോക്കിയിരുന്നത് എന്ന് കിച്ചു ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പൊ പിന്നെ കിച്ചുവിന്റെ അച്ഛൻ കൊല്ലം സുതിയാണ് അവനെ നോക്കിയിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ അവരുടെ രണ്ടാമത്തെ ഭാര്യ, മൂന്നാമത്തെ ഭാര്യ അല്ലെ, ഭാര്യ അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം അതാണ് കേട്ടോ. അതായത് കൊല്ലസുദ്ധി തന്നെയാണ് ആ മകനെ നോക്കിയിട്ടുള്ളത്. കൊല്ലസുദ്ധി മരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ അവന്റെ അച്ഛന്റെ വീട്ടിൽ പോയി താമസിക്കുക ചെയ്ത് അല്ലെ. അപ്പൊ ആ ഒരു അവകാശം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളതെന്ന് എനിക്കൊരു പിടുത്തമില്ല. എന്തായാലും അവൻ വന്ന് കണ്ടുപോയിട്ടുണ്ട്, അത് നമ്മളെല്ലാവരും അറിഞ്ഞു. പക്ഷെ ഇന്നും വലിച്ചു കീറാൻ കുറെ ആളുകൾ വലിച്ചു കീറാൻ ഇട്ട് കൊടുക്കാൻ രേണു, അതൊരു ഉളത്തരായി പോയി. അതിപ്പോ ഒരാളും സപ്പോർട്ട് ചെയ്യണതിന് ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അവൻ ചെയ്യുന്ന പ്രൊമോഷൻ വീഡിയോന്റെ അടിയിലൊക്കെ പോയിട്ട് ഇങ്ങനെ പോടാ, പോയി കാണടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുറെ എണ്ണം. അവന്റെ താല്പര്യമല്ലേ അവൻ കാണണോ കാണണ്ടേ എന്നുള്ളത്. അവന് ഞാൻ ഇപ്പോഴും സപ്പോർട്ടാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ അവന്റേതായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. രേണുവിന് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഇവനിപ്പോ രേണുസുതി കാണിച്ചത് കൂട്ടിയതുപോലെ കാണിച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, അത് മനസ്സിലാക്കണം എന്നുള്ളതാണ്. അവൻ ഇതാ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ കാര്യം ശ്രദ്ധിച്ചോ, കിച്ചുവിന്റെ ശബ്ദം പെർഫെക്റ്റ് കൊല്ലസുതി. നിന്റെ ഇടയിൽ അറിയേണ്ട പറഞ്ഞു പോയതാണ് കേട്ടോ. ബാക്കിയൊക്കെ ക്യാൻസർ ആർക്കും വരാം. ഞാൻ ശ്രീവിദ്യ ചേച്ചിയുടെ ഫോട്ടോ ഇട്ട് ഞാൻ നിങ്ങൾക്ക് സൂചന തന്നു, അതുപോലെ ജിഷ്ണുവിന്റെ ഫോട്ടോ ഇട്ട് സൂചന തന്നു. ഇതൊക്കെ ഓരോ സൂചനകൾ മാത്രമായിരുന്നു. എനിക്കറിയായിരുന്നു ഇത് ക്യാൻസർ ആണെന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയായിരുന്നു. ഇനി അതിനെ കുറിച്ച് പറയണ പല സമയത്തും പല ആളുകളും പറഞ്ഞപ്പോൾ അതിനെ നിരസിക്കുകയും അവരിഷ്ടാനുസരണം അതിനെ വളച്ചൊടിച്ച് അവർ തന്നെ കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടതാണെന്നുള്ളതാണ്. പിന്നെ സൂചനകൾ ഇട്ട് തരാം, PSC പരീക്ഷ ഒന്നല്ലല്ലോ സൂചനകൾ ഇട്ട് തരാം. അപ്പൊ സൂചനകൾ ആർക്കാണ് ഇട്ട് കൊടുക്കുന്നത്? അത് ഇവിടെ കാണുന്ന ആളുകൾക്കാണല്ലേ. ഈ കാണുന്ന ആളുകൾക്ക് ഇത് ഇഷ്ടപ്പെടാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം കൂടി ഉണ്ട് എന്നൊരു കാര്യം കൂടി മനസ്സിലാക്കുക. അപ്പൊ അതിൽ നെഗറ്റീവ് വരുമ്പോൾ അതൊക്കെ എടുത്തിട്ടിട്ട് ഇങ്ങനെ ഒട്ടിച്ചിട്ട് കാണിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ രേണുവിന്റെ ഭാഗത്ത് പറ്റിയ മിസ്റ്റേക്കാ. ഇപ്പോഴും മിസ്റ്റേക്കുകളുണ്ട്, പല വാക്കുകളും ഉപയോഗിക്കുന്നതിൽ വലിയ വിഡിത്തരമുണ്ട്. മനസ്സിലായോ? അല്ലാതെ ഇത് പൊട്ടിമുളച്ച് പെട്ടെന്ന് വന്നതല്ല, എന്നെ ദൈവം ശിക്ഷിച്ചതല്ല. ഇത് ദൈവം എനിക്ക് വിശ്രമിക്കാനുള്ള ഒരു സമയമായിട്ട് ഞാൻ കാണുന്നു. എൻ്റെ മനസ്സിനോട് ദൈവം സംസാരിക്കുന്ന ഒരു സമയമായിട്ട് കാണുന്നു. ഞാൻ രാത്രികളിൽ ഉറങ്ങാറില്ല, വേദന കൊണ്ട് ഞാൻ കരയുകയാണ് ഇവിടെ. ആ തിരുമേനി പാവം, അദ്ദേഹം വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഒരുപാട് അനേകായിരം ദൈവമക്കളുടെ പ്രാർത്ഥനയുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ക്യാൻസർ എന്നെ വിട്ടുപോയി എഴുന്നേറ്റ ആത്മീയ മക്കളുടെ ഇടയിൽ എന്തായാലും ഒരു സാക്ഷിയായിട്ട് ഞാൻ നിൽക്കും. എന്തായാലും അവര് നന്നായിട്ട് പേടിച്ചിട്ടുണ്ട്. ഈ പേടി തന്നെയാണ് ദൈവത്തിലേക്ക് അവർ അടുപ്പിക്കുന്നത്. താൻ പാതി ദൈവം പാതി എന്നാണെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല എന്നുള്ളത്. കാരണം നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മുട്ടിപ്പായി പ്രാർത്ഥിക്കുകയോ ഒന്ന് ദുആ ചെയ്താലോ ചിലപ്പോൾ മാറാനുള്ള സാധ്യതകൾ ഏറെയാണെന്നുള്ളതാണ്. തിരുത്തുക എന്നുള്ളതാണ്. ഇവിടെ രേണു ഇപ്പൊ പറയുന്നത് അവർക്ക് റെസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി, ദൈവം അങ്ങനെ ഒരു അവസരം തന്നു എന്നുള്ളതാണ്. റൂഹിജാൻ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരിപ്പോ രക്ഷപ്പെട്ടതാണ്, ഇതിലും വലുത് വരേണ്ടിയിരുന്നതായിരുന്നു എന്നുള്ളതാണ്. റിഫ മെഹനാസിന്റെ കേസുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറഞ്ഞത്. അവർ ആത്മാവ് കണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അപ്പോ അവര് പറയുന്നത് ഇത്രയേ ഉള്ളൂ, രേണുവിനോട് ആ സത്യങ്ങൾ, നിങ്ങൾക്കറിയുന്ന സത്യങ്ങൾ അത് തുറന്നു പറയുക എന്നുള്ളത്. ദൈവം നിങ്ങളെ ഇപ്പോ പരീക്ഷിച്ചത് അവരിന്ന് രക്ഷപ്പെടുത്തിയതാണ്. പക്ഷെ ഇനിയും രക്ഷപ്പെട്ട് നിങ്ങൾ വന്നാൽ ഇതേ പാതയിലേക്ക് പോവരുത്. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അത് പറയണമെന്ന് റൂഹിജാൻ പറയുന്നുണ്ട്. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞതാ. അത് ഉറപ്പാണ്. പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്, സിസ്റ്റർ അന്നാ കണ്ടത്തിലൊക്കെ അവരുടെയൊക്കെ സാക്ഷി ഞാൻ കേട്ടിട്ടുണ്ട്. അവരിപ്പം സിസ്റ്റർ ഇല്ലെന്ന് തോന്നുന്നു, സിസ്റ്റർ ക്യാൻസർ ആയിരുന്നു. സോ അവരെ പോലെ അനേകായിരങ്ങൾക്കിടയിൽ, ക്യാൻസർ രോഗികൾക്കിടയിൽ എഴുന്നേറ്റ് വരാനും എൻ്റെ ഈ അനേക ക്യാൻസർ രോഗികൾക്ക് ധൈര്യം തരാനും എൻ്റെ യൂട്യൂബ് ചാനലിൽ കൂടെ എനിക്ക് ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത് പോലെ വീണ്ടും എന്നെ വന്ന് കണ്ട എല്ലാവർക്കും, എന്നെ കഴിഞ്ഞ നാളുകളിൽ കണ്ടിട്ട് ഈ നാളുകളിൽ കാണാതിരുന്നവർക്കും അവരോടും എനിക്ക് പിണക്കമില്ല. ഓക്കെ നല്ല കാര്യമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സഹായിക്കാനുള്ള ഒരു മനസ്സുണ്ടാവണം, നല്ലതാണ്. പക്ഷെ ഈ വീഡിയോ കാണുന്ന ആളുകൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി ക്യാൻസർ വാർഡിനെ കുറിച്ചിട്ട്. വേണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ അല്ല യൂട്യൂബ് അടിച്ചാൽ തന്നെ കുറച്ച് കാര്യങ്ങൾ വരും. ആരോരും ഇല്ലാത്ത പാവങ്ങൾ, ഒരുപാട് വാർത്തകൾ നമ്മൾ കേട്ടതാണ്. വഴിയോരങ്ങളിൽ വീണ് മരിച്ചു കിടക്കുന്ന പാവപ്പെട്ട മനുഷ്യന്മാരെ കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടതാണ്. ആരും തിരിഞ്ഞു നോക്കാനില്ല, ഒരു AC വെച്ച് കൊടുക്കാൻ ആളില്ല, പൈസ ഇട്ട് കൊടുക്കാൻ ആളില്ല. അവരുടെ വീഡിയോ കാണുമ്പോൾ തന്നെ സ്കിപ്പ് അടിച്ച് പോകുന്ന ഒരുപാട് ആളുകൾ ഉള്ളതാണ് ഈ നാട്ടിൽ. അതുകൊണ്ട് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒന്നും ഇല്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. അവരെ നിങ്ങൾ ഒരിക്കലും കൈവിടാതിരിക്കുക. ഒരു ചെറിയ ക്ലിപ്പും കൂടി. വളരെ ബുദ്ധിമുട്ടും വളരെ വേദനാകരവുമായിട്ടുള്ള ഒരു രോഗമാണ് ഈ രോഗാവസ്ഥ. ഒരു മനുഷ്യർക്കും ഒരു കുഞ്ഞുങ്ങൾക്കും ആർക്കും നമ്മുടെ ഭവനത്തിലോ നമ്മുടെ വീടുകളിലോ വരാതിരിക്കട്ടെ. ആമീൻ.
ഇതന്നെ എനിക്കും പറയാനുള്ളത്. ആർക്കും ഇത്തരം അസുഖങ്ങൾ വരാതിരിക്കട്ടെ. പക്ഷെ നമ്മുടെ ചെയ്തി കൊണ്ട് നമുക്ക് ഇത്തരം അസുഖങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മള് പ്രായശ്ചിത്തം ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ ഇവര് പൂർണ്ണമായും ദൈവത്തിലേക്ക് ലയിച്ചു ചേരുന്ന ഒരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. നല്ല കാര്യം, അവരുടെ താല്പര്യങ്ങളാണ്, അവർ എങ്ങനെയാച്ചാൽ മുന്നോട്ട് പോയിക്കോട്ടെ. പക്ഷെ കിച്ചുവിന് വലിച്ചു കീറാട്ട് കൊടുക്കരുത്. കിച്ചു പതുക്കെ വളർന്നു വരുന്നേ ഉള്ളൂ. അവനെ തുടക്കത്തിൽ തന്നെ ചവിട്ടി താഴ്ത്താ ഇട്ട് കൊടുക്കരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകളിൽ ഇപ്പോഴും വിഡ്ഢിത്തരങ്ങളുണ്ട്. ആ വിഡ്ഢിത്തരങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ മുതിർന്നു വരുന്ന ആളുകൾക്ക് പോലും അതൊരു ബാക്കോട്ട് അടിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കും. അത്ര എനിക്ക് പറയാനുള്ളൂ കേട്ടോ. അവരുടെ അസുഖം മാറട്ടെ, അതിനോടൊപ്പം തന്നെ അവർക്ക് നല്ല ബുദ്ധി പടച്ച തമ്പുരാൻ കൊടുക്കട്ടെ. വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് ഇടപ്പാൾ സൈനിങ്.